പോലീസുകാർ ഞാൻ വെളി നിൽക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് കത്തുന്നത്. അവിടെ എന്തോ കത്തുന്നു, ഞങ്ങളൊരു കെട്ടിടം കത്തിയായിരിക്കും. ഇവിടുന്ന് വന്നിടത്ത് വന്ന് ഇവിടെ വന്ന് വല്ല കാര്യമുണ്ടോ? ഞങ്ങളുടെ സ്കൂളിന് തന്നെ അഭിമാനമായിരുന്നു. ഒരിക്കലും പിന്നെ ഒരു അധ്യാപകൻ ഒരിക്കലും അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വഴികാട്ടി ഇങ്ങനെ ആകരുതായിരുന്നു. അതെ. അദ്ദേഹത്തിന് വല്ല കാരണങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അവരുമായി പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അത് അല്ലാതെ പറഞ്ഞു ചെയ്യണം. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ കൊല്ലം ജില്ലയിലെ മുഖത്തല എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. മുഖത്തലയിൽ എന്റെ പിറയിൽ കാണുന്ന NSS UPS സ്കൂളിന്റെ മുന്നിലാണ്. ഈ സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം VG അജിത്ത് എന്ന് പറയുന്ന കൊട്ടാരക്കര സ്വദേശി പെട്രോൾ അടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതും അദ്ദേഹം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇതിനാണ് ഒരു പെൺകുട്ടിയുടെ പിതാവ് കൂടിയാണ്. പക്ഷേ അദ്ദേഹം ജോലി ചെയ്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. അദ്ദേഹം അവിടെ സ്കൂളിലെ ഒരു അധ്യാപകനാണ്. പക്ഷെ പാലക്കാട് ജില്ലയിൽ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകൻ, കൊട്ടാരക്കര സ്വദേശിയായ അദ്ദേഹം എന്തിന് മുഖത്തല എന്ന് പറയുന്ന ഈ സ്കൂളിൽ വന്ന് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പ്രദേശവാസികൾക്കും നാട്ടുകാർക്കുമുള്ള ഒരു ദുരൂഹതയും അവർക്കുള്ള അന്വേഷണവും. എന്തിനാണ് ഈ പ്രദേശത്ത് ഒരു സ്കൂളിൽ വന്ന് ആത്മഹത്യ ചെയ്തത്? ആത്മഹത്യ അറിയാം, നമുക്ക് ആത്മഹത്യയും കൊലപാതകങ്ങളും ഒന്നിനും ഒരു പരിഹാരമല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു സ്കൂളുകളിൽ ആരും ആത്മഹത്യക്ക് തിരഞ്ഞെടുക്കാറില്ല. അത്തരം വാർത്തകളൊന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. സ്കൂളുകളിൽ ആരും ആത്മഹത്യക്ക് ആരും തിരഞ്ഞെടുക്കാറില്ലാത്ത ഒരു സാഹചര്യം. പക്ഷെ ഇദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്. കുട്ടികൾക്ക് നാളെ സമൂഹത്തിലേക്ക് ഉന്നതിയിലേക്ക് വരേണ്ട രീതിയിൽ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും സമൂഹത്തിന്റെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ട വിദ്യാർത്ഥികൾക്ക് നല്ല അറിവുകൾ പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപകനാണ്. ആ അധ്യാപകനാണ് എന്തുകൊണ്ട് ഈ സ്കൂളിൽ വന്ന് ഇത്തരത്തിൽ ഒരു പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് എല്ലാവരുടെയും മുന്നിൽ ചോദ്യചിഹ്നമായിട്ടുള്ളത്. പക്ഷെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പ്രദേശവാസികളും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അദ്ദേഹത്തിന്റെ സഹോദരനോ മറ്റൊരു ബന്ധു പോലീസിൽ, ഇതിന്റെ സ്റ്റേഷൻ പരിധി വരുന്നത് കൊട്ടിയം പോലീസ് സ്റ്റേഷനാണ്. ആ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ച് അറിയിപ്പിക്കുകയും അദ്ദേഹം ആത്മഹത്യക്ക് ഇന്ന സ്കൂളിൽ നിൽപ്പുണ്ട്, ഇവിടെ എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചറിയിപ്പിച്ചെന്നു ആണ്. ആ അറിവ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പങ്കുവെക്കുകയും അവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഈ സ്കൂളിന്റെ 4 ചുറ്റും നോക്കി അകത്ത് കടക്കാൻ പറ്റത്തില്ല, രാത്രിയായതുകൊണ്ട് സ്കൂൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം സ്കൂളിന്റെ 4 നിമിഷവും കറങ്ങുകയും ഇവിടെ അകത്ത് കയറാനുള്ള ശ്രമം ആരെങ്കിലും അകത്തുണ്ടോ എന്നുള്ള പരിശ്രമിക്കുന്ന സമയത്താണ് മുകളിൽ നിന്ന് തീഗോളമായിട്ടൊരു നിലവിളിയും മറ്റുള്ളതും കേട്ടുകൊണ്ട് പുറത്തേക്ക് വരുന്ന രീതിയിൽ വന്നു. അതിനുശേഷം അവർക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് പോലീസുകാർക്ക് ഒരു ഭയപ്പാടുണ്ടായിരുന്നു. കാരണം ഒരു തീയും ഗോളങ്ങളുമായിട്ട് വല്ല ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് തീ പടർന്നതാണോ, മറ്റെന്തെങ്കിലും ബോംബ് സ്ഫോടനമോ വല്ലോ ആണോ എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ട് നിലവിളിയും അത്തരം തീകാളങ്ങളും വരുന്നത് കൊണ്ട് അവർ ഫയർഫോഴ്സിനെ വിളിക്കുകയും ഫയർഫോഴ്സ് വന്നതിന് ശേഷമാണ് ഈ സ്കൂളിനകത്ത് കയറി ചെന്ന് പരിശോധിക്കുമ്പോഴാണ് ഒരാൾ തീ പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. ഉടനെ തന്നെ അവർ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. പക്ഷേ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവർ പെട്രോൾ ഒഴിച്ചാലും അദ്ദേഹം തലവഴിയാണ് സാധാരണ ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം തലവഴിയെ ഒഴിച്ചുകൊണ്ടാണ് തീ കത്തിക്കുന്നത്. പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ മുഖത്തോ തലയ്ക്കോ വലിയ പരിക്കുകളില്ല, പക്ഷെ ദേഹമാസകലം പൊള്ളലേറ്റിട്ടുണ്ട്. അപ്പോൾ ആരെയോ ഭയപ്പെടുത്താൻ വേണ്ടി പെട്രോൾ ദേഹത്ത് കുടഞ്ഞുകൊണ്ട് തീ കത്തിച്ച് കാണിച്ചതായിരിക്കണം. അത്തരത്തിൽ ഒരു ഭയപ്പാട് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ച ആ ഭയപ്പാടിലാണ് ആ തീ പടർന്നിരിക്കുന്നത്. പ്രദേശവാസികളെല്ലാം ഇതിന്റെ അന്വേഷണത്തിൽ അവർക്കറിയാൻ കഴിഞ്ഞത് ഈ സ്കൂൾ അധ്യാപകൻ പാലക്കാട് വെച്ച് ആ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു അധ്യാപകയുമായിട്ടുള്ള പ്രണയമാണ്. ആ പ്രണയത്തിന്റെ നൈരാശ്യത്തിൽ ആ പ്രണയം അവിടെ നിന്നപ്പോൾ അവിടെ താൽക്കാലിക ജോലിയിൽ ചെയ്തിരുന്ന അധ്യാപിക അവിടുന്ന് മാറി ഈ സ്കൂളിലാണ് ഇപ്പോൾ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പ്രവേശനം നൽകി ഇവിടെ ജോലി ചെയ്യുന്ന ഒരു അധ്യാപികയുമായിട്ടുള്ള പ്രണയത്തിന്റെ ആവശ്യവുമായിട്ട് അദ്ദേഹം ഇവിടെ നിൽക്കണമെന്നും കൂടെ പോകണമെന്നും ഒരുമിച്ച് കഴിയണമെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഈ അധ്യാപികയുമായിട്ട് സംസാരിച്ചെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ആ അധ്യാപിക വരാതിരിക്കുകയും അല്ലെങ്കിൽ ഇവരുടെ കൂടെ കാണാൻ പോകാതിരിക്കുകയും കൂടെ ചെയ്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഈ ഒരു ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പ്രദേശവാസികളായിട്ടുള്ളവർ നമ്മുടെ അന്വേഷണത്തിൽ അവർ നമ്മളോട് പറഞ്ഞത്. അല്ലാതെ ഈ പ്രദേശത്തുള്ള മുഖത്തല സ്വദേശിയല്ല, ഇവിടുന്ന് ഏതാണ്ട് 140 കിലോമീറ്റർ ദൂരെയുള്ള കൊട്ടാരക്കര സ്വദേശിയാണ്. അപ്പോൾ കൊട്ടാരക്കര സ്വദേശി എന്തിനിവിടെ വന്നു, ഈ സ്കൂൾ തിരഞ്ഞെടുത്ത എന്തിനാണ്? അത്തരം നിരവധി ദുരൂഹമായ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് സമഗ്രമായ അന്വേഷണം കൊട്ടിയം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്. അവരത് നടത്തി അത് അന്വേഷിക്കും. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ സ്കൂൾ തുറന്നു പ്രവർത്തിച്ചില്ല. ഈ കുട്ടികൾ വന്നാൽ, പക്ഷേ ഈ ആത്മഹത്യ ചെയ്ത സമയത്ത് പെട്രോളിന്റെ അധികം അവിടെ സ്കൂളിന്റെ പരിസരത്തോ ഈ സ്റ്റെയറിന്റെ ഭാഗത്തോ ഈ പെട്രോളിന്റെ അവിടെ വീണ്
കിടപ്പില്ല. അതേ കണക്ക് തന്നെ അദ്ദേഹം വീണ് ഉരുളുകയോ അത്തരം മാംസ രീതികളോ ഒന്നും തന്നെ ആ പ്രദേശത്ത് ഇല്ല. എങ്കിൽ തന്നെ അവർ ഇന്നലെ സ്കൂൾ അടച്ചിട്ട് സ്കൂൾ ശുദ്ധീകരിച്ചതിന് ശേഷമാണ് ഇന്ന് സ്കൂൾ തുറന്നു പ്രവർത്തിച്ചത്. ഇവിടുന്ന് 9 മണിയെ പോയതാണ്. ഞാൻ വീട്ടിൽ പോയത്. വീട്ടിൽ ചെന്നപ്പോഴാണ് വിളിച്ചു പറയുന്നത് നിനക്ക് സ്കൂള് വേളയിൽ തീ പിടിച്ച് സ്കൂള് കത്തിപ്പോയെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞു. അതന്നെ. അപ്പൊ നമ്മള് വിചാരിച്ചു വാർത്ത കെട്ടണമല്ലേ, പിന്നെ അങ്ങനെ അത് കത്തും. പഴയ ഓലപ്പറയൊന്നും അല്ലല്ലോ. അങ്ങനെ ഓടി അവിടുന്ന് വന്നതാ. വന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കാണ് സംഭവം അറിയുന്നത്. ഒരാൾ വന്ന് ആദ്യത്തിൽ നമ്മൾ അറിയത്തില്ലല്ലോ ഒരാള് സ്കൂള് ആത്മഹത്യക്ക് തെരഞ്ഞെടുക്കും. അന്നപ്പോ ഇവിടെ ആരും ഇല്ല. ഇവിടെ ഞങ്ങൾ പോകുമ്പോ 9 മണിയൊക്കെ കഴിപ്പിച്ച് ഇവിടെ ഒന്നും ആരും ഇല്ല. ഇവിടെ അവിടെ ചെറിയ റോഡിൽ ആരും കാണത്തില്ല. കുറച്ച് പേരുണ്ട്. ഞങ്ങള് കുറച്ച് പേര് ഇവിടെ ഇച്ചിരിയൊക്കെ നിന്ന് 10 മണിയൊക്കെ ഈ ആത്മഹത്യ ചെയ്യാനായിട്ട് ഇങ്ങനെ സ്കൂളിൽ കയറി പെട്രോൾ ഒഴിച്ച് കഴിക്കുമെന്ന് അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറില്ല. എവിടുന്ന് വന്നിടത്തും വന്ന് ഇവിടെ വന്ന് കാണ്ടി വല്ല കാര്യമുണ്ടോ? ഞങ്ങളുടെ സ്കൂളിന് തന്നെ അഭിമാനമായിരുന്നു. കെട്ടാൻ അപമാനമായി. പിന്നെ പണ്ട് മാറി. പക്ഷെ എന്തായാലും അന്നേരം വിളിച്ച് ആരാണ്ട് അറിയിപ്പിച്ചോണ്ട് രാത്രി തന്നെ പോലീസുകാർ വന്നു. പോലീസുകാർ വന്ന് നാട്ടുകാരിലോട്ട് ഓടി ചെന്നില്ലേ. ഈ സ്ഥലക്കാരനല്ല പിന്നെ എന്താണ് ഈ സ്കൂൾ തന്നെ തെരഞ്ഞെടുക്കാനുള്ള കാരണത്തെ കുറിച്ച് സംശയിക്കുന്നത്? അവന് വേറെ എന്തെങ്കിലും ഭ്രാന്ത് പിടിച്ച് സ്കൂളിൽ ഒന്നും വേറെ കാട്ടിലൊക്കെ പോയി ചാകത്തില്ല. അവിടത്തേക്ക് ഇവിടെ ഒന്നും എന്തിനാ പണ്ട് നാട്. അതെ അതെ 10-50 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഒരു സ്കൂളാണ്. പിന്നെ പേരുകെട്ട സ്കൂളാണ് ഞങ്ങളുടെ. ഞങ്ങളുടെ പിള്ളേരെ വരെ ദ്രോഹിച്ചാണ് പാടനാറി. ഇന്നലെ ഇവിടെ ഒരു മരണം നടന്നല്ലോ സ്കൂളില്, അറിഞ്ഞായിരുന്നോ? മരണം ഇങ്ങനെ രാത്രി ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് മുഖാന്തരം ഞങ്ങൾ ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ പുള്ളി മരണപ്പെട്ടതായിട്ട് അറിഞ്ഞു. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഈ സാധാരണ ഈ ആത്മഹത്യകൾ ഒരിക്കലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്കൂളിൽ കയറി ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന നമ്മൾ കേട്ടിട്ടില്ലല്ലോ, കേട്ടുകേൾവിയില്ലല്ലോ? ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല ചേട്ടാ. എന്റെ നാട്ടിൽ വന്ന് അദ്ദേഹം ഇങ്ങനെ എവിടുന്ന് വന്ന ഒരാളാ. ഇവിടെ വന്ന് എന്റെ നാട്ടിൽ വന്ന് ഈ കുഞ്ഞു മക്കൾ പഠിക്കുന്ന സ്കൂളിൽ വന്ന് കാണിച്ചത് വലിയ അഴിമതിയാ. അദ്ദേഹത്തിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. അത് 50 വർഷത്തോളം പഴക്കമുള്ള വലിയ പുരാതനമായ ഒരു സ്കൂളാണ്. ഈ സ്കൂളിനെ ഈ പ്രദേശത്തിനും അപമാനകരമാകണമെങ്കിൽ അയാൾ എന്ത് ഉദ്ദേശത്തിലായിരിക്കും ഈ സ്കൂൾ തെരഞ്ഞെടുത്തത്? ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി ഈ സ്കൂൾ തെരഞ്ഞെടുക്കേണ്ട ഒരു കാരണങ്ങളുമില്ല. പിന്നീട് ഞങ്ങൾ അറിഞ്ഞ അദ്ദേഹത്തിന് എന്തോ പ്രേമ നൈരാശ്യമാണെന്ന്. അതാണെങ്കിൽ ഞങ്ങളുടെ ഈ സ്കൂളിൽ വന്ന് ചെയ്യണ്ടായിരുന്നു. അവരും അദ്ദേഹമായിട്ട് പിന്നെ പറഞ്ഞു തീർക്കേണ്ട കാര്യം. പ്രണയിനിയുമായിട്ട് മറ്റെവിടെയെങ്കിലും പോയിട്ട് ചെയ്താൽ പോരായിരുന്നു. അങ്ങനെ ചെയ്യേണ്ട കാരണമല്ല. ഒരിക്കലും മരണം ഒരിക്കലും പിന്നെ ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല ഒന്നിനും. പക്ഷെ അതുകൊണ്ട് അവർക്ക് തന്നെ ചെയ്യണമായിരുന്നെങ്കിൽ ഈ സ്കൂളിൽ വന്ന് ഇത്രയും വലിയൊരു അപവാദം കേൾപ്പിക്കണ്ടായിരുന്നു. ആത്മഹത്യയും കൊലപാതകവും ഒന്നിനും ഒരു പരിഹാരവുമല്ല. അതിനൊക്കെ ഉപരി കുഞ്ഞു മക്കളിനി നമ്പറിൽ വിളിച്ചാൽ പോലും സർക്കാരിന്റെ തന്നെ സേവനമുണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഒരിക്കലും പിന്നെ ഒരു അധ്യാപകൻ ഒരിക്കലും അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വഴികാട്ടി ഇങ്ങനെ ആകരുതായിരുന്നു. അദ്ദേഹത്തിന് വല്ല കാരണങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അവരുമായി പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അത് അല്ലാതെ പറഞ്ഞു ചെയ്യണം. സാധാരണ ഒരു ആത്മഹത്യ ചെയ്യുന്ന ആള് മറ്റാളെ വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ തലവഴിയാണല്ലോ പെട്രോൾ അയാളെ മുഖത്തൊന്നും പൊള്ളലേറ്റിട്ടില്ല. അപ്പൊ ഒന്നീ ഭയപ്പെടുത്താൻ വേണ്ടി എങ്ങനെ കാണിച്ചതായിരിക്കും. അതൊന്നും ഇവിടെ വന്ന് ചെയ്തത് ശരിയായില്ല ചേട്ടാ. ഈ കുഞ്ഞുങ്ങൾ തന്നെ ഭീതിയിലല്ലേ. ഞങ്ങൾ തന്നെ ഈ ഒരു ദിവസം കുഞ്ഞുങ്ങളുടെ സ്കൂള്, എന്റെ കൊച്ചുമകള് ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. രാത്രി തന്നെ മെസ്സേജ് വന്നു നാളെ സ്കൂള് അവധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾ, എന്റെ കുട്ടിക്ക് തന്നെ അതൊരു വലിയ ഒരു വേദനയായി. എന്നോട് ചോദിക്കുകയും ചെയ്തു. എന്റെ പിന്നെ കൊച്ചുമോള് ഇവിടെയാണ്, കല്യാണി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്, സ്പീര ചരത്ത് എന്ന പേര്. അപ്പൊ പറഞ്ഞു അമ്മാമേ ഞാൻ സ്കൂളിൽ പോകാൻ പറ്റുമോ, ഞങ്ങളുടെ സ്കൂളിൽ കയറി എന്തിനാണ് അങ്ങനെ ചെയ്തത്? കുട്ടികളെ മനസ്സിൽ രാത്രി 11 മണി കഴിഞ്ഞതിന് ശേഷമല്ലേ ചെയ്തത്. പിറ്റേന്ന് രാവിലെ മരണപ്പെടുകയും ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് അതൊരു വലിയ വിഷമമല്ലേ. പോലീസിന്റെ സമഗ്രമായ അന്വേഷണത്തോടുകൂടി ഈ ദുരൂഹ മരണത്തെ കുറിച്ച് കണ്ടെത്തട്ടെ. തീർച്ചയായിട്ടും ഇതിന്റെ സത്യസന്ധമായ കാര്യം വാർത്ത പുറത്തു വരണം. അത് നിങ്ങളിലൂടെ ആണെങ്കിൽ, നിങ്ങളുടെ ഈ മലയാളി വാർത്തയിലൂടെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അത് അങ്ങനെ തന്നെ പുറത്തു വരട്ടെ. അതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു വരണം. പോലീസ് അന്വേഷിക്കട്ടെ. പ്രണയിക്കുന്നവരും കാമുകരും കാമുകിമാരൊക്കെ വളരെ മനസ്സിലാക്കണ്ടേ ഇതൊക്കെ. മനുഷ്യ ജീവിതത്തില് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രണയിക്കുമ്പോഴൊക്കെ ഇതൊക്കെ മനസ്സിലാക്കണ്ടേ ഇതൊക്കെ. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം. അവരെ മാത്രമേ പ്രണയിച്ചുള്ളൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സമൂഹത്തെയും മറ്റുള്ളവരെയൊന്നും ഒരിക്കലും പ്രണയിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ പൊടി കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ വന്നത് ഒരിക്കലും ചെയ്യത്തില്ല. അത് വലിയ മോശമായി പോയി എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. എല്ലാ ദിവസവും എത്ര മണിയാകുമ്പോഴാണ് കട അടയ്ക്കുന്നത്? 10:30 ആവും. അപ്പൊ ഈ സംഭവം നടക്കുന്നത് എത്ര മണിയാവും? ഏകദേശം 9:30 ഈ പാർട്ടിയെ നേരത്തെ ഇവിടെ കണ്ടെത്തൊന്നുമില്ല. ഇല്ല, കടയിൽ സാധനം മേടിക്കാനൊന്നും വന്നിട്ടൊന്നുമില്ല. ഈ ഇപ്പൊ വരുമ്പോഴാണ്, ഫോട്ടോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ആളെ. പക്ഷെ ഈ മുഖത്തൊന്നും അത്ര പൊള്ളലേറ്റില്ലല്ലോ. ഈ വാഹനത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് ശരീരം മൊത്തം ചോരയുണ്ടായിരുന്നു. ഈ നിലവിളി സൗണ്ട് ഉണ്ടായിരുന്നു. ഈ കത്തി ഉടനെ തന്നെ പോലീസുകാർ വന്നായിരുന്നു.
അതിന് മുമ്പ് അവര് വന്ന് അതിനകത്തെല്ലാം കയറി നോക്കിക്കൊണ്ടപ്പോഴാണ് കത്തുന്നത്. അല്ല, പോലീസ് വന്നതിന് ശേഷം ഈ കത്ത് തീ പിടിക്കുന്നത്. അതിനു മുമ്പ് തീ പിടിച്ചില്ല. പോലീസ് വന്നിട്ട് വിളിച്ചോ അവനെ? അങ്ങനെ അങ്ങോട്ട് വിളിക്കാൻ ചെയ്തു. അവര് ഇവിടെ എല്ലാം കിടന്ന് കറങ്ങി ഇവിടെ എല്ലാം നോക്കി. പോലീസുകാരതിനകത്തെല്ലാം കയറി നോക്കി. പോലീസ് വന്നെന്ന് മനസ്സിലായതിനു ശേഷം തീ കൊടുത്തു ആയിരിക്കും. അപ്പൊ അതിന് ശേഷം ഞങ്ങള് ഒരു പോലീസുകാർ ഞാൻ വെളിയിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് കത്തുന്നത്. അവിടെ എന്തോ കത്തുന്നു. ഞങ്ങളൊരു കെട്ടിടം കത്തിയായിരിക്കും. അങ്ങനെ അവിടെ കത്തുന്നു. എന്താണെന്ന് മനസ്സിലാവും. ഒരാള് തന്നെ തീ പിടിപ്പിക്കുകയാണോ അതോ വേറെ വല്ല ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ? അങ്ങനെ ഉദ്ദേശിച്ചാണ്. അങ്ങനെ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ചത്. അല്ലാതെ ഇങ്ങനെ ഒരാള് തീ കൊളുത്തിയാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. ഈ സ്കൂള് തന്നെ സാധാരണ ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആള് സ്കൂൾ അങ്ങനെ തെരഞ്ഞെടുക്കത്തില്ലല്ലോ. അതെന്തോന്ന് അറിയാൻ വയ്യ. സാധാരണ സ്കൂളുമായിട്ട് എന്തോ ബന്ധമെന്ന് അറിയത്തില്ല. സ്കൂളുമായിട്ട് എന്താ ബന്ധമാണെന്ന് അറിയത്തില്ല. നമ്മൾ പ്രഥമ അധ്യാപികയുമായിട്ട് ഹെഡ് മിസ്ട്രസുമായിട്ട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് അവര് അധ്യാപികയ്ക്ക് ഇത്തരം വിവരങ്ങൾ രാത്രിയിൽ ഇവിടുന്ന് പോലീസ് ഓഫീസറും മറ്റുള്ള പ്രദേശവാസികളും വിളിച്ചു പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. അവർക്ക് ഇതിനെക്കുറിച്ച് അധ്യാപികയ്ക്ക് അറിയത്തില്ല. ഈ വർഷം ആരും തന്നെ പുതിയതായിട്ട് ഇവിടെ അധ്യാപിക വൃത്തിയിൽ ജോലിയിൽ ചേർന്നിട്ടില്ല. കഴിഞ്ഞ വർഷം പുതിയതായിട്ട് ചേർന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്താണ് ഈ സ്കൂൾ തെരഞ്ഞെടുത്തത് കൊണ്ട് ഒരു ദുരൂഹമായിട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനൊരു സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ട് ഇതിന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പൊതുജന മധ്യത്തിലും ആ കുട്ടിക്കും അതിന്റെ മാതാവിനും അവരുടെ കുടുംബത്തിനും അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം. സമൂഹത്തിനും അത് അറിയേണ്ടതായിട്ടുണ്ട്. ഇത്തരം എന്തായാലും ഈ പ്രദേശവാസികൾ പറയുന്നത് ഈ സ്കൂളിൽ വന്ന് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തത് ഈ പ്രദേശത്തും ഈ സ്കൂളിലും ഈ പ്രദേശവാസികൾക്കെല്ലാം ഒരു അപമാനമായിരിക്കുകയാണ്. ഇത്രയും വർഷം 10-60 വർഷക്കാലമായിട്ട് ഈ സ്കൂള് വിദ്യാഭ്യാസം ചെയ്തവരും കുട്ടികൾക്ക് വരെ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സ്കൂളിൽ ഇത്തരം ഒരു സംഭവം നടന്നത്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ മാതാപിതാക്കളോട് എന്തുകൊണ്ട് സ്കൂൾ അവധിയായി, എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതെന്നാൽ കുട്ടികൾ ഭീതിയോടെ തന്നെ മാതാപിതാക്കളോട് ചോദിക്കുന്നു. ആരും തന്നെ ആത്മഹത്യയും കൊലപാതകവും ഒന്നിനും ഒരു പരിഹാരമല്ല. ഇതിനെല്ലാം സർക്കാരിന്റെ സംവിധാനങ്ങളിൽ ഫോൺ ചെയ്താൽ പോലും അവർക്ക് മാനസിക പിരിമുറുക്കം മാറ്റാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇത് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇത്തരത്തിൽ ഒരു സ്കൂൾ തെരഞ്ഞെടുക്കുന്നത് ഒരിക്കലും ശരിയാകില്ല. ഒരിക്കലും ഇത്തരം കാര്യം ചെയ്യുന്നത്, ആത്മഹത്യ ചെയ്യുന്നതോ കൊലപാതകം ചെയ്യുന്നതോ ശരിയല്ല എന്നാണ് സർക്കാരിന്റെയും എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ. ആ നിർദ്ദേശങ്ങൾ പാലിക്കണം. എന്തായാലും ഇത്തരത്തിൽ എന്ത് കാര്യമാണോ, പ്രണയ നൈരാശ്യമായാലും എന്ത് തന്നെ ആരെ പ്രണയിച്ചാലും അവര് സമൂഹം എന്നുള്ള ഒരു മനസാക്ഷി സമൂഹത്തെ അവർ കാണണം. കുട്ടികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അത്തരം കാര്യങ്ങളെല്ലാം അവർ കണ്ടുകൊണ്ട് വേണം ഇത്തരം ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. മുഖത്തല നിവാസികൾക്കും ഈ സ്കൂളിനും വളരെ അപമാനകരമായ ഒരു കാര്യമായിട്ടാണ് ഇത്തരം ഒരു പ്രവൃത്തിയെ കാണുന്നത്. എന്തായാലും വളരെ വിഷമത്തോട് തന്നെ പറയാം. എന്തായാലും കൊട്ടിയം പോലീസിന്റെ സമഗ്രമായ അന്വേഷണത്തിൽ കൂടി എന്താണ് സംഭവിച്ചതെന്ന് പൊതുജനങ്ങൾക്കും അവരുടെ കുടുംബക്കാർക്കും എല്ലാവർക്കും അതിന്റെ അന്വേഷണത്തിന്റെ പരിസമാപ്തിയിൽ എല്ലാവരെയും വിവരം അറിയിക്കട്ടെ.